ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇവർ വിവാഹിതരായാലിൻ്റെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭൂമിയുടെ അച്ഛൻ ആരാണെന്ന സത്യം അവിടെ അച്യുതനും അച്യുതൻ്റെ ഭാര്യയും കൂടി തുറന്നടിച്ച് പറയുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വളരെയേറെ സങ്കടകരമായ കാര്യങ്ങളാണ് അവിടെ കാണിക്കുന്നത്. അച്ഛനും മകളും കെട്ടിപ്പിടിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുകയാണ്. ലാസ്റ്റ് മുത്തശ്ശി അടക്കം എല്ലാവരും കൂടി ചേർന്നിട്ട് ഭൂമിയെ സന്തോഷത്തോടു കൂടി തന്നെ കൊണ്ടുപോകുന്ന രംഗമാണ് കാണിക്കുന്നത്. അതിനുശേഷം ഈ സത്യം വന്നിട്ട് ഈ അച്യുതൻ്റെ കാരണം അടിച്ച് പുകയ്ക്കുകയും പെട്ടെന്ന് നമ്മുടെ അച്യുതൻ ഉറക്കത്തിൽ നിന്ന് ചാടി എണീക്കുകയാണ്. അപ്പം അത് വേറൊരു സ്വപ്നമായിരുന്നു. അങ്ങനെ അച്യുതൻ തൻ്റെ കരണത്തും കൈ പൊത്തിപ്പിടിച്ചിട്ടാണ് അവിടെ നിന്ന് ചാടി എണീക്കുന്നത്. ദൈവമേ, ഇതൊരു സ്വപ്നമായിരുന്നു, പക്ഷേ ഇത് നാളെ യാഥാർത്ഥ്യമായിട്ട് നടക്കാനായിട്ട് പോവുകയാണല്ലോ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും അച്യുതന് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും പന്തലൊക്കെ ഒരുങ്ങി ആൾക്കാരൊക്കെ വരാനായിട്ട് തുടങ്ങി. അങ്ങനെ റിട്ടയർഡ് മാഷും പോലീസ് ഓഫീസറൊക്കെ വരികയാണ്. നമ്മുടെ ഭൂമി എല്ലാവരെയും സ്വീകരിച്ച് വളരെയേറെ സന്തോഷത്തോടു കൂടി തന്നെ കൊണ്ടുവരികയാണ്. അച്യുതൻ പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഹാപ്പി ഫാദേഴ്സ് ഡേ എന്നും പറഞ്ഞുകൊണ്ട് ഒരു പോലീസുകാരൻ, അയ്യോ സാറ് വന്നായിരുന്നു സാറേ എന്നൊക്കെ ചോദിക്കുകയാണ്. സാറിനൊട്ടും വയ്യാലോ, ഒന്നും കുഴപ്പമില്ല, ഭൂമി വന്ന് വിളിച്ചല്ലേ, അപ്പോൾ പിന്നെ വരാതിരിക്കാനായിട്ട് കഴിയുമോ എന്നും പറഞ്ഞുകൊണ്ട് ആ സാറിനെ ക്ഷണിച്ച് അങ്ങനെ ഇരുത്തുകയാണ്. ആ സമയത്താണ് നമ്മുടെ അജയ് വരുന്നത്. അപ്പോൾ അജയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അജയ് സാർ നേരത്തെ എത്തിയല്ലോ സാറേ, വളരെയേറെ സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ അജയും ഭൂമിയും കൂടി ഇരുന്ന് ഇങ്ങനെ വർത്തമാനം പറയുക. ആ സമയത്ത് അച്യുതൻ ഈ നമ്മുടെ ഭാര്യയോട് പറയുകയാണ്, ഏതായാലും അവർ നോക്കിക്കണ്ടേ, നല്ല ജോഡിയാണല്ലേ, അവർ നല്ല ജോഡിയാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും, അല്ലെങ്കിലും എൻ്റെ മോൾ ആരുടെ ഒപ്പം നിന്നാലും ഒരു ജോഡി തന്നെയാണ്. കാരണം എൻ്റെ മോളെ കാണാൻ അത്രയ്ക്ക് സുന്ദരിയാണ്. ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മകൾ എനിക്ക് മകളല്ലാതെ ആയി പോകൂലേ അച്ചുവേട്ടാ, എനിക്ക് സഹിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി നേരെ അകത്തേക്ക് കയറി പോവാണ്. അച്ചുവേട്ടാ, ഓരോ ഫംഗ്ഷനുകളും ഇങ്ങനെ ആൾക്കാർ തടിച്ചു കൂടും തോറും എൻ്റെ മനസ്സിലാകെ പേടി തോന്നുന്നു അച്ചുവേട്ടാ. എനിക്ക് തോന്നുന്നില്ല അച്ചുവേട്ടാ, നമ്മുടെ മോള് നമ്മളെ വിട്ടു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ചുവേട്ടാ. പറയണ്ട അച്ചുവേട്ടാ, അവളുടെ അച്ഛൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് പറയണ്ട അച്ചുവേട്ടാ എന്ന് പറഞ്ഞപ്പോഴേക്കും അത് പറ്റില്ല, എല്ലാം നമ്മളുടെ മോൾക്ക് വേണ്ടിയല്ലേ, ഇത്രയും കാലം നമ്മുടെ മോള് നമ്മൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടു, ഇനിയും എനിക്ക് വേണ്ടി അവൾ കഷ്ടപ്പെടണമെന്നാണോ നീ പറയുന്നത്? അതൊന്നും ശരിയാവില്ല, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അവളുടെ അച്ഛൻ്റെ ഒപ്പം അവൾ സന്തോഷത്തോടെ എല്ലാ സുഖാനുഭവങ്ങളൊക്കെ അനുഭവിച്ച് തന്നെ ജീവിക്കണം, അതാണ് വേണ്ടത്. അല്ലാതെ ഒരു പെൺകുട്ടിയായിട്ട് നമ്മളിങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ശരിയല്ല. അങ്ങനെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്യുതൻ നേരെ അങ്ങോട്ട് പോയിട്ട് മാറിയിരുന്ന് കരയാണ്. ആ സമയം തന്നെ ഭൂമിയെ കാണിക്കുകയാണ്. ഭൂമിക്കൊരു കോള് വരിക. അപ്പോൾ ഭൂമിക്കൊരു കോള് വന്നത് അത് സിസ്റ്ററിൻ്റെ കോളായിരുന്നു. സിസ്റ്ററെ എന്ന് ചോദിച്ചിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അതേ ഭൂമിക്ക് ഭാഗ്യമുണ്ട് കേട്ടോ, ഭൂമിയുടെ അച്ഛൻ്റെ ഓപ്പറേഷൻ നടത്താനുള്ള എല്ലാ ഇതും സാങ്ഷൻ ആയിട്ടുണ്ട്, ഉടനെ തന്നെ വന്നോ, പൈസ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ട ഭൂമി സന്തോഷം കൊണ്ട് മതി മറന്നൊരവസ്ഥ നിൽക്കുകയാണ്. ഞാൻ ഇപ്പം തന്നെ വന്നേക്കാം സിസ്റ്ററെ, എത്ര പറഞ്ഞാലും നന്ദി തീരില്ല എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഭൂമി നേരെ അച്യുതൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അച്ഛാ, ഞാനേ ഇപ്പം വരാം, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പോകാനുണ്ട് മോളെ, ഈ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് പോയാൽ പോരെ? അയ്യോ പേടിക്കണ്ട അച്ഛാ, ഈ ഫംഗ്ഷൻ തുടങ്ങുന്ന കറക്റ്റ് സമയത്ത് ഞാനിവിടെ എത്തിക്കോളും, അതിനെക്കുറിച്ച് ഓർത്തൊന്നും പേടിക്കണ്ട, എനിക്ക് ഒട്ടും സമയമില്ല, ഞാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭൂമി നേരെ പുറത്തേക്ക് ഇറങ്ങി ഓടി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അച്യുതന് പിന്നാലെ ഓടി ചെല്ലുകയാണ്. മോളെ ഭൂമി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. എന്താ അച്ഛാ? അതെ, അച്ഛനൊരു ഉമ്മ തന്നിട്ട് പോകും മോളെ എന്ന് പറയുമ്പോൾ, അയ്യോ അച്ഛാ, പൊട്ട് സമയമില്ലാത്തതുകൊണ്ടല്ലേ, ഭൂമി പോയിട്ട് വരട്ടേന്നേ, അപ്പം അച്ഛന് വലിയൊരു സർപ്രൈസ് ആയിട്ടാണ് ഞാൻ വരുന്നത്, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു, അപ്പം അച്ഛന് ഇഷ്ടം പോലെ ഞാൻ ഉമ്മ തരാം എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂട്ടർ എടുത്തോട്ട് പോവുകയാണ്. അച്യുതനാണെങ്കിൽ ഭയങ്കരേറെ സങ്കടം തോന്നുകയാണ്. മോള ഒരു പോക്കും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരേറെ സങ്കടം തോന്നുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഭവാനിയാണ്. അപ്പോൾ ഭവാനി ആ ഗുണ്ടയെ വിളിച്ച് വരുത്തിരിക്കണം, ഇവിടെ തന്നേക്ക് എന്തിന് കൊള്ളാം, ഇവിടെ തൻ്റെ അടുത്ത് ഞാനൊരു കാര്യം ഏൽപ്പിച്ചിട്ട് ഇതുവരെ നടത്തിയോ? ഉച്ചയ്ക്ക് ശേഷം അവരുടെ ആ ഫംഗ്ഷൻ നടക്കുന്ന ആ സമയത്ത് ഭൂമിയുടെ അച്ഛൻ ആരാണെന്ന് അച്യുതൻ വിളിച്ച് പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇത്രയും നാൾ കാത്തു സൂക്ഷിച്ച ആ വൈരാഗ്യം ഇതെല്ലാം പോകും, തന്നെ കൊണ്ട് എന്തിന് കൊള്ളാമെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, ഇതൊക്കെ മേഡത്തിൻ്റെ തെറ്റിദ്ധാരണ, അവരങ്ങനെയൊന്നും പറയാൻ പോകുന്നില്ല, ഇതൊക്കെ താനാണ് അവിടെ നിശ്ചയിക്കുന്നത്, തനിക്ക് അയാളെ കൊല്ലാൻ പറ്റില്ലെങ്കിൽ അങ്ങനെ അത് പറഞ്ഞേക്കണം, ചുമ്മാ പൈസയും മേടിച്ചിട്ട് ആളെയും പറ്റിച്ചുകൊണ്ട് നടക്കാനായിട്ട് തനിക്ക് നാണമില്ലേടോ, ഗുണ്ടാവർഗത്തിന് താനൊരു നാണക്കേടാണ് എന്നും പറഞ്ഞുകൊണ്ട് താൻ പൊയ്ക്കണ്ടേ, എൻ്റെ കൺമുന്നിൽ നിന്നു പോകരുതെന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞയക്കാം. പക്ഷേ ഈ ഗുണ്ടയ്ക്ക് അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ടും ദേഷ്യം വരിക, ഭയങ്കരമായിട്ടും വൈരാഗ്യം മൂത്തിങ്ങനെ വരികയാണ്, വളരെ കാലി വന്നൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ
രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ആ ഗുണ്ട പോകുന്നത്. അപ്പോൾ ഭവാനിക്കാണെങ്കിൽ ആകെ ടെൻഷൻ. എൻ്റെ ദൈവമേ, ഇത്രയും നാൾ ഞാൻ മനസ്സിൽ കൊണ്ടുവരുന്ന വെച്ചാൽ ആ വൈരാഗ്യം എല്ലാം തകർന്നടിയോളോ. ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാം തകർന്നടിയോലോ. ഭൂമിയുടെ അച്ഛൻ ആരാണെന്നുള്ള സത്യം അയാൾ തുറന്ന് പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭവാനി ഇവിടെ നിന്ന് പുറത്താകേണ്ടി വരും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അയാൾ എല്ലാ സത്യങ്ങളും തുറന്നു പറയും തന്നെ. എനിക്ക് തോന്നുന്നു ആ ഭൂമി ഈ വീട്ടിലേക്ക് വരുന്നത് പോലും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ദൈവമേ, ഇത്രയും നാൾ കാത്തു സൂക്ഷിച്ച ആ ഒരിത് എല്ലാം തകർന്നടിയാൻ പോവുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഭവാനി അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കമായി നടക്കുകയാണ്. ഇതേ സമയം തന്നെ ഫംഗ്ഷൻ്റെ സ്ഥലം കാണിക്കുകയാണ്. ഫംഗ്ഷൻ്റെ സ്ഥലം കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടെ എല്ലാവരും വന്ന് വരികയാണ്. അപ്പോൾ ഈ അംബികയ്ക്കാണെങ്കിൽ ആകെ പേടിയും തോന്നുന്നു. ഇതേ സമയം അടുക്കും തോറും ആകെ എനിക്ക് ടെൻഷനായിട്ട് വരികയാണല്ലോ അച്ചുവേട്ടാ. നമ്മുടെ മോളെവിടെ? മോളെ ഒന്ന് വിളിക്കാന്ന് പറഞ്ഞപ്പോഴേക്കും മോള് വരും. നീ ഇങ്ങനെ എപ്പോഴും മോളെ വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ ശല്യപ്പെടുത്താനായിട്ട് നിൽക്കരുത്. ഇനി അധികം നാളൊന്നും അവൾ നമ്മളോടൊപ്പം ഉണ്ടാകില്ല. അധികം നാളെന്നല്ല, ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ അവളെ സ്വന്തം അച്ഛൻ്റെ കയ്യിലേക്ക് അവൾ പോകും. അപ്പോൾ പിന്നെ നമുക്ക് അവളെ കാണാൻ പോലും കിട്ടാത്തൊരവസ്ഥയായിരിക്കും. പിന്നെ നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് അംബിക? ഇല്ല, എനിക്ക് പറ്റില്ല ചേട്ടാ, എനിക്ക് ഈ ഫംഗ്ഷന് പങ്കെടുക്കാൻ പോലും പറ്റില്ല ചേട്ടാ. എൻ്റെ മോളെ വിട്ടുകൊടുക്കാനായിട്ട് എനിക്ക് ഒരിക്കൽ കൂടി പോലും സാധിക്കില്ല എന്ന് പറയാം. അങ്ങനെ അവിടെ നല്ല രീതിയിൽ തന്നെ എല്ലാവരും വന്നടിക്കണം. അപ്പോൾ അയൽവാസികൾ വരികയാണ്. അയൽവാസികൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇതെന്താണ് ചേട്ടാ ഇത് കാണുന്നത്? ഓ, വലിയ ആഡംബര പരിപാടിയാണെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നടക്കുന്നത്. എത്ര പേരാ വരുന്നതെന്ന് അറിയാവോ? എനിക്കിതൊക്കെ കണ്ടിട്ട് സഹിക്കാനായിട്ട് പറ്റുന്നില്ല. എടി നീ കണ്ടോ, ഇവിടെ വലിയൊരു പ്രശ്നം സംഭവിക്കും. ഈ പ്രോഗ്രാമില്ലേ ആലങ്കോലാകും, അല്ലെങ്കിൽ നീ കണ്ടോ എന്നൊക്കെ പറയണം. അങ്ങനെ ആയാൽ മതിയായിരുന്നു, അങ്ങനെ ആയാൽ രക്ഷപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭവാനി ആരെയൊക്കെയോ ഫോൺ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെപ്രാളത്തോടെ നടക്കുന്ന ആ ഒരു സീനാണ് മുത്തശ്ശി കാണുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിക്ക് എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുകയാണ്. ഇവള് ആരാണ് ഈ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? കുറേ നേരം ആയല്ലോ, ഭയങ്കര വെപ്രാളം ഉണ്ടല്ലോ ഇവൾ ആരെയായിരിക്കും വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കുകയാണ്. അപ്പോഴാണ് മുത്തശ്ശിയുടെ മകൾ ഇറങ്ങി വരുന്നത്. അമ്മേ, നമുക്ക് അങ്ങോട്ട് ഫംഗ്ഷന് പോകണ്ടേ അമ്മയെന്ന് ചോദിച്ചപ്പോഴേക്കും 12 മണിക്കാണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്, നമുക്ക് കുറച്ച് നേരത്തെ അങ്ങോട്ട് പോയേക്കാം അല്ലേ മോളെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും തീർച്ചയായിട്ടും അങ്ങോട്ട് നേരത്തെ തന്നെ പോകാം. അപ്പം നീ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ, ഒരു സാധാരണക്കാരി ഒരു പെണ്ണിൻ്റെ ഈ ഒരു ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെയൊക്കെ പോകേണ്ട ആവശ്യമുണ്ടെന്ന് അങ്ങനെ വിചാരിച്ച് കാണില്ലേ? പക്ഷേ പോകണം. ഭൂമി എനിക്ക് കാണുമ്പോഴേ എൻ്റെ സ്വന്തം കൊച്ചുമോളാണോ എന്നുള്ളൊരു സംശയം എൻ്റെ മനസ്സിലേക്ക് വന്ന് കുതിച്ചു വരുന്ന കയറിയ. അവൾ എൻ്റെ സ്വന്തം കൊച്ചുമോളായിരുന്നെങ്കിലോ എനിക്ക് അതിലേക്കാളും സന്തോഷമാകുമായിരുന്നു എന്ന് പറയുകയാണ്. ആ സമയത്ത് ഈ നമ്മുടെ ഭവാനിയെ വിളിക്കുക. ഭവാനി, നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറയാണ്. ആരെയാണ് ഭവാനി? കുറേ നേരം ആയാലും നീ വെപ്രാളത്തോടു കൂടി തന്നെ ഫോൺ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. നിൻ്റെ ആ ഫോൺ വിളിയൊക്കെ കാണുമ്പോഴേ എന്തൊരു ഗൂഢാലോചന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അയ്യോ അമ്മേ, അല്ലമ്മേ, ഞാൻ എന്തിനാ അമ്മ ഗൂഢാലോചന ചെയ്യുന്നത്? ഞാൻ ബാങ്കുകാരെ വിളിച്ചാണ്. ഇപ്പോൾ നമുക്ക് ആ ലോണിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ ഇതായിട്ടിരിക്കില്ല. പിന്നെ വക്കീലിനെ വിളിക്കണം, ഓരോ കേസിൻ്റെ കാര്യത്തിനും കൂടെ നടക്കണം, അങ്ങനെ ഓരോ പ്രശ്നങ്ങളായിട്ട് നടക്കുക. ഓർത്തിട്ട് ഒരു മനസ്സമാധാനം ഇല്ല അമ്മേ. അതെ ഭവാനി, നമുക്കേ ആ ഫംഗ്ഷന് പോകണ്ടേ? ഭൂമി വിളിച്ച ആ ഫംഗ്ഷന്. അമ്മേ, ഞാൻ അറിയാൻ പാടില്ല, ഞാൻ ചോദിക്കാം. എന്തിനാ അമ്മേ നമുക്ക് അർഹതയില്ലാത്ത സ്ഥലത്തോട്ടൊക്കെ നമ്മൾ പോകുന്നത്? ഈ അർഹതയില്ലാത്തവരുടെ ഇതിനൊന്നും പോകേണ്ട കാര്യമുണ്ട് അമ്മ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്ക് ഭവാനി, നീ എന്തുദ്ദേശത്തിലാണ് ഭവാനി പറയുന്നത്? ആ കുട്ടി ഇവിടെ എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? അങ്ങനെ ഒരാളെ താഴ്ന്ന രീതിയിലും അങ്ങനെയൊന്നും കാണേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളോട് സ്നേഹമായിട്ട് നിൽക്കുന്നവരെയൊക്കെ നമ്മൾ സ്നേഹിക്കണം ഭവാനി. അതാ വേണ്ടത്. മനസ്സിൻ്റെ ഉള്ളിൽ ശത്രുതയും കുശുമ്പും കുന്നായും ഒക്കെ വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഒരു കാലത്തും രക്ഷപ്പെടാനായിട്ട് പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മളെല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക, അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക, അതല്ലേ വേണ്ടത്. അല്ലാതെ നീ പറയുന്നത് പോലെയാണോ കാര്യങ്ങൾ ഭവാനി എന്ന് പറയുകയാണ്. ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴേക്ക് ഭവാനി പോകണമെങ്കിൽ പോകാമെന്ന രീതിയിൽ തന്നെ ഭവാനി നിൽക്കുക. പക്ഷേ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ദൈവം സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവുമെന്ന് ഭവാനിക്കറിയാം. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അജയാണ്. അപ്പോൾ അജയ് നേരെ വീട്ടിലേക്ക് വന്നെത്തുക. അപ്പോൾ വീട്ടിലേക്ക് വന്നെത്തി കഴിഞ്ഞപ്പോഴേക്കും അജയോട് ഭവാനി ചോദിക്കുകയാണ്, നീ എവിടെ പോയതായിരുന്നു എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ ഭൂമിയുടെ അടുത്ത് പോയായിരുന്നു, അവിടെ ഫംഗ്ഷൻ നടക്കുകയല്ലേ, അപ്പോൾ ഒന്ന് മുഖം കാണിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭവാനിക്ക് അത് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവനേക്കണതേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതെ, അവൾ ഭയങ്കര ഒരു പ്രശ്നത്തിലാണ്. ആര്? എൻ്റെ മോള് അഞ്ജന എന്ന് പറയാണ്. എന്ത് പ്രശ്നത്തിൽ? എന്താണ് അവളുടെ പ്രശ്നം? ഭൂമി തന്നെയാണ് അവളുടെ പ്രശ്നം. ഏത് ഭൂമി? ഭൂമിയുടെ ചലനങ്ങളാണ് അവളുടെ പ്രശ്നം. ചിലവർ ചലിക്കുന്നതാണ് പ്രശ്നം. ഞാൻ പറയുന്നത് ആ ചായക്കടക്കാരി ഭൂമിയെക്കുറിച്ചാണ്.
ആൻറ്റി അങ്ങനെയൊന്നും പറയരുത്. ഒരാളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവരെ അത്രയ്ക്കും താഴ്ത്തി കെട്ടി പറയരുത്. ഭൂമി ഒരു കോഫി ഷോപ്പിൻ്റെ ഓണറാണ്. ആ ഒരു മര്യാദയോട് കൂടി തന്നെ വേണം സംസാരിക്കാനായിട്ട്. ഇത് കേട്ട ഭവാനി ആകെ തകർന്നു പോവുക. അപ്പോൾ ഭവാനി പറയാണ്, നീ ഏതായാലും അഞ്ജനയെ കല്യാണം കഴിക്കാൻ പോവല്ലേ, സമയത്ത് നീ ഭൂമിയോട് കൂടുതൽ സംസാരിക്കുന്നൊന്നും അവൾക്ക് ഇഷ്ടമല്ലെന്നേ. അല്ലെങ്കിലും അവൾ പറയുന്നത് ഭൂമിയെ കല്യാണം കഴിക്കും, ഭൂമിയും നീയും കൂടി ഇഷ്ടത്തിലാണെന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ആൻറ്റി. നീ പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ നിൻ്റെ ഭാര്യയാകാൻ പോകുന്ന കുട്ടിയല്ലേ, നീ അവളുടെ ഭർത്താവല്ല. അപ്പം ആ ഒരു പോസസീവ്നെസ് ഒക്കെ ഉണ്ടാകും. ആര് പറഞ്ഞു അവളുടെ ഭർത്താവാണെന്ന്? അല്ല, ഭർത്താവാകാൻ പോവുകയാണല്ലോ. ആര് പറഞ്ഞു ഭർത്താവാകുമെന്ന്? ആൻറ്റി, എനിക്കൊരിക്കലും അഞ്ജനയെ കല്യാണം കഴിക്കാനായിട്ട് പറ്റില്ല. അതെന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ട് ആൻറ്റി. എൻ്റെ മനസ്സിൽ ഒറ്റൊരാളേ ഉള്ളൂ, അത് നിങ്ങൾക്കറിയാലോ, നയനയെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ. എൻ്റെ ജീവിതത്തിൽ വേറെ ആരും പാർട്ട്ണറായിട്ട് വരാൻ പോകുന്നില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് ആൻറ്റി അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം, ഈ കല്യാണം നടക്കില്ല എന്നുള്ള കാര്യം അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കണമെന്ന് പറയുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭവാനിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഭവാനി അവിടെ നിന്ന് കയറി പോവുകയും ചെയ്യാണ്. അപ്പോൾ നമ്മുടെ അജയാണ് നയനയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഓർക്കുക. നയന അങ്ങനെ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നേരെ അജയുടെ അടുത്തേക്ക് വരികയാണ്. അജയ്, എനിക്ക് മനസ്സിലായി എന്താ പറയാൻ പോകുന്നതെന്ന്. കുറേ നേരെയോ കാത്തിരിക്കുന്നത്, എപ്പോഴാണ് എത്തിയത്, അയ്യോ ഒരുപാട് സോറി ഉണ്ട് കേട്ടോ, ഞാൻ വൈകിപ്പോയല്ലേ, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയാനല്ലേ. ഓ, അപ്പം എൻ്റെ സ്ഥിരം പല്ലവി അജയ് ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കുകയാണല്ലേ. അതല്ലേ പറയാൻ പോകുന്നത്, അതുകൊണ്ട് അത് പഠിച്ചു വെക്കണമല്ലോ, അതല്ലാതെ വേറൊരു നിവൃത്തിയില്ലല്ലോ എന്നൊക്കെയാണ് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അജയ്, ഞാനൊരു പ്രത്യേക കാര്യം പറയാനാണ് വന്നത്. എൻ്റെ ആ ഒരു നോവലില്ലേ, അത് പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്. ആണോ? ആരെക്കൊണ്ടാണ് പ്രസിദ്ധീകരിപ്പിക്കാൻ പോകുന്നത്? ഇനി വയലാർ അങ്ങനെ 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 വല്ലവരാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ, ചുമ്മാ ഒരു കളിതമാശക്ക് ഇങ്ങനെ ചോദിക്കുകയാണ്. അല്ല, ഇത് പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് അജയ് തന്നെയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാനോ? അതെ, അജയ് തന്നെയാണ് എന്ന് പറയുകയാണ്. അങ്ങനെ ആ ഒരു നോവൽ അവിടെ കയ്യിലെടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പ്രണയത്തെക്കുറിച്ചാണ് ആ നോവൽ എഴുതിയിരിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അജയ്ക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നുകയാണ്. എന്താ അജയ്, സന്തോഷമായില്ലേ? എൻ്റെ പ്രണയം അത് നിനക്കുള്ളതല്ലേ, അപ്പം നീ തന്നെയല്ലേ അത് പ്രസിദ്ധീകരിക്കേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് ഒരു കെട്ടിപ്പിടിച്ച് ആ ഒരു പ്രണയം ആസ്വദിക്കുകയാണ്. അങ്ങനെ പിന്നീട് അച്യുതൻ്റെ വീട്ടിലേക്ക് ആ ഗുണ്ട എത്തിക്കഴിഞ്ഞു. മുഖമൂടിയൊക്കെ വെച്ച് അച്യുതനെ ഇപ്പം തന്നെ കുത്തിക്കൊല്ലണം എന്ന രീതിയിൽ തന്നെയാണ് ആ ഗുണ്ട അവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.